തായേ കടവുളെ മുരുകേശ പൊന്നുസ്വാമി. He is conscious now. You can speak to him. മുരുകേശ മുരുകേശ കണ്ണാ എൻ കണ്ണ പാരടാ പാരടാ നാന്താ നാണ്ടാ അമ്മാടാ അമ്മാണ്ടാ. കളിയാക്കിയതല്ല ചേച്ചി, ഞാൻ തമിഴ് പഠിക്കാൻ ശ്രമിക്കുക. നാണ്ടാ നാണ്ടാ അമ്മാടാ മുരുകേശ ചുമ്മാ. This is only for Malayali viewers, so join with us. എന്തത് ദാദാ പിരിവോ? അപ്പൊ നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ. ഇവിടെ ഞങ്ങൾ ഭിക്ഷ ചോദിക്കാൻ വേണ്ടി വന്നതാ. ആഹാ, തോന്നുന്നു അങ്ങനെയൊന്നും അല്ലോ. നിങ്ങളിവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ തന്നേ പറ്റുള്ളൂ എന്ന് ആൾക്കാരെ വിരട്ടി വാങ്ങുന്ന പോലെ ഉണ്ടല്ലോ ഇത്. But actually we are begging. അമ്മോ, ഭിക്ഷക്കാരും ഇംഗ്ലീഷിലോ? ए लड़की एप्पल चाहिए? जी. हाँ. ഏയ് നിങ്ങളീ എന്തായി കാണി ആളെ കളിയൊക്കെ ഇറങ്ങിയിരിക്കുക? അങ്ങനെ പറഞ്ഞ നിങ്ങളും എന്നെ കളിയാക്കുകയായിരുന്നില്ലേ? എന്ന് വെച്ചാ ഈ തെമ്മാടികൾ ഞാൻ ഒരുപോലെയാണെന്നാ? യെസ്. ഞാൻ ഹീറോയും ഇവര് വില്ലന്മാരും അല്ലേ? എന്റെ അമ്മോ, അതോ ഞാനും വില്ലനാ? എന്ത് പറയാനാ, ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഉണങ്ങിയാ പിന്നെ ആണുങ്ങൾ എന്ത് ചെയ്യാനാ? एप्पल नहीं चाहिए क्या? चल ना, एप्पल के गार्डन दिलाता हूँ. चल चल, इसे अच्छे और बड़ा सा मिलेंगे वहाँ पर. പെൺകുട്ടികളെ ശല്യം ചെയ്യാൻ നോക്കുന്നോളാ. ധൈര്യം ഉണ്ടെങ്കിൽ ആണുങ്ങളോട് കളിക്കണം. साले कुत्ता. മലയാളികളോട് കളിച്ചാൽ നീയൊക്കെ വിവരം അറിയും. Please go away. हाँ भाई. Please. Please. എന്തിനാ അവരോട് വഴക്കിടുന്നത്? അവൻ കാണിച്ച തെറ്റല്ലേ? തെറ്റ് ചെയ്തെങ്കിൽ അതിനുള്ള ശിക്ഷ ഭഗവാൻ കൊടുത്തോളും. നിങ്ങൾ എന്തിനാ വെറുതെ തല്ലാൻ നടക്കുന്നത്? ആഹാ, തനിക്കൊരു കാര്യം അറിയോ? ഞാനാ സാക്ഷാൽ ഭഗവാൻ ഡാർലിംഗ്. തന്നോട് അവൻ തെറ്റിയതിന് ഞാൻ പോയവന്റെ ആപ്പിള് തരത്തിട്ട് എന്താടാ? എന്നെന്തിനാ വണങ്ങുന്നത്? പേടിച്ചു പോയോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അയ്യോ, അപ്പൊ എന്നെ ഇങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവന്ന് പെരുമാറാൻ വേണ്ടിട്ടായിരുന്നു. കുങ്കുവാ? ഒരു പിടിയിലാട്ടോ എനിക്ക്. നിങ്ങൾ ഒരു സ്റ്റൈലിൽ അടിക്കുമ്പോ ഞാൻ വേറൊരു സ്റ്റൈലിൽ അടിക്കും. ഫൈറ്റ് കൺഫ്യൂഷൻ ആയി പോകില്ലേ? അതെങ്ങനെ ശരിയാവും? ഓ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഫൈറ്റ് കൺഫ്യൂഷൻ ഇല്ലാതുള്ളത്. സംജയ്, എന്താടി എന്റെ അമ്മേ? യുനോ, കണ്ണൂർ, അതാ എന്റെ സ്ഥലം. ഞാനിവിടെ അടിക്കാൻ തുടങ്ങിയോണ്ടല്ലോ, നിങ്ങളുടെ കരച്ചിൽ അവിടം വരെ അങ്ങ് എത്തും. സംജയ്, ഓക്കേ.
പോടാ. ഓ കൺഫ്യൂഷൻ ആക്കല്ലേ വാ. കാല് ചവിട്ടു. ഇനി ചവിട്ടു. ഇനി ചവിട്ടു. ഇവിടെ വെക്ക്. അവിടെ ഉഗ്ര ഫൈറ്റ് ആയിരുന്നു അല്ലേ? ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ. ഒരു സിനിമ കണ്ടിട്ട് കാലം കുറയായി. നല്ലൊരു ഫൈറ്റ് കാണാനുള്ള ചാൻസ് പോയി ഏട്ടാ. അപ്പോഴേ ആ പയ്യൻ നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നോക്കാതെ ആ കുംഫു വീരന്മാരോട് അടിയുണ്ടാക്കിയെങ്കിൽ അവര് നിന്നോട് എത്ര ഇഷ്ടമുണ്ടായിട്ടായിരിക്കും അല്ലേ? അവനെ കാണാനും നല്ല പയ്യനാ, കഴിവും തന്റെ ഇടവും ഉണ്ട്. പോരാത്തതിന് നമ്മുടെ മലയാളിയാ. എന്തുകൊണ്ട് നിനക്ക് ഈ കല്യാണം വളരെ നല്ലതാ. എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നു? ആ നേരാണല്ലേ. ഞാൻ എന്തിനു കല്യാണം ആലോചിക്കണേ? ഇപ്പൊ ഞാൻ എന്തിനൊക്കെയാണ് പറഞ്ഞത്? What's it all about? Where's the hose? Yeah. എലിമടയെന്ന് നേരെ പുലിമടയിലോട്ട്. കമാൻഡോ ഓപ്പറേഷൻ ഇനി എത്ര നാളായടാ? കമാൻഡോ ഓപ്പറേഷനോ? ദൈവമേ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചാരനല്ലേടാ നീ? പോലീസോ? ഞാനും പോലീസും തമ്മിൽ ശരിയല്ല സാർ. ഇന്നലെ പോലീസ് സ്റ്റേഷൻ അടിച്ചു തീർത്തിട്ടാ ഞാൻ വരുന്നത്. ഞാനും നിങ്ങളുടെ പാർട്ടിയാണ് സാർ. ഈ നാടിന് വേണ്ടിയല്ലോ നമ്മൾ ചോര ചിന്തുന്നത്. ഈ നാട് നമ്മുടെ കാട്, നമ്മുടെ മരം, നമ്മുടെ മണ്ണ്, നമ്മുടെ ഇനി എന്ത് ചെയ്യും? എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും? എന്റെ ഭാര്യയെ ഞാൻ എങ്ങനെ കാണും അറിയില്ല. അതെല്ലാം അടുത്ത എപ്പിസോഡ്. കാശട് നീ സപ്പോർട്ട് ചെയ്യണ്ട. ഞാനൊന്നും പറഞ്ഞു കൊടുക്കുന്നു. ആ സന്യാസികൾ വരുന്നുണ്ട്. അവരെ കൊണ്ട് നോക്കി. ആ പാദങ്ങൾ കൊണ്ട്. നമസ്തേ മാതാജി. നമസ്തേ ശിവാനി മാഡം. നമസ്തേ. വൈശാലി എവിടെ? ഭാരതത്തിലെ സന്യാസിമാരെ കുറിച്ചും ആധ്യാത്മികതയെ കുറിച്ചും ഒക്കെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ട്. നല്ല കാര്യമാ. വളരെ നല്ല കാര്യോ. മാധവൻകുട്ടി, നമ്മുടെ മാതാജി വെച്ച് നല്ലൊരു പ്രോഗ്രാം ചെയ്യണം. ഇന്റർവ്യൂ ചെയ്യ്. മണാലിയിലെ മാതാജി, അതാണ് പ്രോഗ്രാം. അയ്യോ, ധ്യാനത്തിന് അയ്യോ, മാതാജി പറഞ്ഞാലും ആത്മാവും പരമാത്മാവും തമ്മിൽ എന്താ ബന്ധം? ഇപ്പൊ ആ ടോപ്പിക് എന്തിനാ കുട്ടി? എന്റെ എക്സ്പെക്ടേഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബാലഗോപാൽ ടെന്റിന്റെ പിന്നിൽ കൂടി ഗുഹയിലേക്ക് ഓടുകയാവും. എത്രയോ ദൂരം സഞ്ചരിച്ചിട്ടാ ഞാൻ ഇവിടെ വരെ എത്തിയത്. കാമാതുരാനാം ന ഭയം ന ലജ്ജ. കാമത്തെ കുറിച്ചാ പറയുന്നത്. കാമം കൊണ്ട് കണ്ണടഞ്ഞു പോയ ഒരു വ്യക്തിക്ക് ഭയം, ലജ്ജ, ദയ, ഭക്തി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പറയല്ലേ. പ്രേമാതുരാനം എന്ന് പറ. അവൻ പ്രേമത്തിൽപ്പെട്ടിരിക്കുക. പ്രേമത്തിൽ പെടുത്താൻ അവൾ കോളേജ് സ്റ്റുഡന്റ് അല്ല, സന്യാസിനിയാ. നിങ്ങളുടെ കൂട്ടുകാരൻ ആളെങ്ങനെയാ? അവളെ ഉപദ്രവിക്കാൻ മറ്റു ചെയ്യും. അവനൊരു പ്രേമത്തിൽ ആദ്യമായി വീണുപോയെന്ന് ഉള്ളൂന്നേ. എന്താ എഴുന്നേറ്റത്? നിക്ക്.
കണ്ടില്ലേ, ഞാൻ അടുത്ത് വന്നപ്പോ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ടായത്. തന്റെ ദേഹമാകെ വേർത്തില്ലേ? താൻ മാത്രമല്ല, ഞാനും ആകെ വേർത്തു. കണ്ടോ, ഇപ്പൊ മനസ്സിലായില്ലേ തന്റെ അറിവൊന്നും കറക്റ്റ് അല്ലാന്ന്? വെറും മണ്ണാണ് താനെങ്കിൽ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ? എനിക്കൊരു സംസാരിക്കാനുണ്ട്. അങ്ങോട്ട് മാറിയിരുന്നല്ലോ. ഇരിക്കേ ഇരിക്കേ. നോക്ക്, നീ എന്തൊരു സുന്ദരിയാ, ഒരു ദേവതയെ പോലെയുണ്ട്. നീ എന്തിനാ ഈ ജീവിതം പാഴാക്കുന്നത്, അതൊരു സന്യാസിനിയായിട്ട്? എന്താ ദേഷ്യം വരുന്നുണ്ട്? വന്നാലും എനിക്കൊന്നുമില്ല. കാരണം ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിന്നെ കല്യാണം കഴിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഞാൻ തന്നെ സംരക്ഷിക്കുന്നുള്ള കാര്യത്തിൽ ഡൗട്ടേ വേണ്ട. ഞാനേ മാ TV-യിൽ പ്രോഗ്രാം ഡയറക്ടറാ. മാസം 24,000 രൂപ ശമ്പളം. എന്റെ അച്ഛൻ ചന്ദ്രമോഹനും അവിടെ തന്നെയാ. പുള്ളിയോടെ വലിയൊരു പോസ്റ്റില്ല. ഞാൻ എന്റെ ശമ്പളം മുഴുവൻ അടിച്ചു പൊളിച്ചാലും അച്ഛന്റെ ശമ്പളം മുഴുവൻ നിനക്കാ. ഓക്കെ? പിന്നെ മനോഹരമായൊരു സ്വന്തം വീടുണ്ട്, 2 വണ്ടിയുണ്ട്, ഓൾമോസ്റ്റ് റോയൽ ഫാമിലി. ഒരു കഷ്ടപ്പാടുമില്ല. കുട്ടി, ഇത്രയൊക്കെയുള്ള വേറെ ആരെങ്കിലും തനിക്ക് കിട്ടുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അറിയാലോ, ഇതെന്റെ വിസിറ്റിംഗ് കാർഡാ. താൻ എപ്പോ ടെംപ്റ്റ് ആവുന്നോ അപ്പൊ എന്നെ വിളി, എത്തിന്ന് വിചാരിച്ചാൽ മതി. തൽക്കാലം ആരും അറിയണ്ട. വരട്ടെ, നല്ലോണം ആലോചിക്കും. എന്നെ പോലൊരു തെമ്മാടിക്ക് നിന്നെ പോലൊരു സുന്ദരി പെണ്ണ് എങ്ങനെ കിട്ടിയെന്ന് ആലോചിച്ച് എല്ലാവന്മാരും വട്ടടിക്കണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അതും കൂടി മനസ്സിൽ വെച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ബൈ.